ലോകം ഒരേ സമയം ആകാംക്ഷയോടെയും അതിലേറെ ആശങ്കയോടെയും ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇറാന്റെ രാഷ്ട്രീയ ഭാവിയും പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങളും. ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യയുടെ അച്ചുതണ്ടായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ മരണവും തുടർന്നുണ്ടായ നേതൃത്വ മാറ്റവും കേവലം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമല്ല, മറിച്ച് ലോകത്തിന്റെ തന്നെ സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഈ സാഹചര്യത്തിൽ ഇറാനിലെ പുതിയ നേതൃത്വത്തിന് പിന്തുണയുമായി ഉത്തര കൊറിയ രംഗത്തെത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രയേലിനെയും വലിയ പ്രതിസന്ധിയിലാക്കുന്നു. 2026 ഫെബ്രുവരി 28-ന് ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിതവും എന്നാൽ മാരകവുമായ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. ഈ സംഭവം ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഇറാൻ സ്വീകരിച്ച മാർഗം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. അലി ഖമേനിയുടെ മകനും വർഷങ്ങളായി നിഴൽ രൂപത്തിൽ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിരുന്നതുമായ മൊജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി ഉടൻ തന്നെ പ്രഖ്യാപിച്ചു. ഇറാന്റെ പൗരോഹിത്യ മേഖലയിലും വിപ്ലവ ഗാർഡുകളിലും അത്യധികം സ്വാധീനമുള്ള വ്യക്തിയാണ് 56-കാരനായ മൊജ്തബ. പിതാവിന്റെ കടുത്ത നിലപാടുകളെക്കാൾ പ്രായോഗികവും എന്നാൽ അതിശക്തവുമായ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ശേഷിയുള്ള നേതാവായാണ് മൊജ്തബ വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഈ ആഭ്യന്തര തീരുമാനത്തെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തരമായി ഇറാൻ വലിയ ഐക്യമാണ് പ്രകടിപ്പിക്കുന്നത്. ഇറാനിലെ ഈ നേതൃത്വ മാറ്റത്തിന് ആദ്യമായി പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ഒന്ന് ഉത്തര കൊറിയയാണ്. കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം നൽകുന്ന ഈ പിന്തുണ കേവലം ഒരു കത്തിലോ സന്ദേശത്തിലോ ഒതുങ്ങുന്നതല്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെയുള്ള ഒരു സംയുക്ത പ്രതിരോധമായാണ് ഉത്തര കൊറിയ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇറാന്റെ പരമാധികാരത്തിൽ വിദേശ ശക്തികൾ കൈകടത്തുന്നത് അനുവദിക്കില്ലെന്ന ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ രൂപം കൊള്ളുന്ന പുതിയ ശക്തി കേന്ദ്രങ്ങളുടെ ഐക്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ആഗോള സമാധാനത്തിന്റെ പേരിൽ നടത്തുന്ന ഇടപെടലുകൾ യഥാർത്ഥത്തിൽ അസ്ഥിരത ഉണ്ടാക്കാനാണെന്ന് ഉത്തര കൊറിയ ആരോപിക്കുന്നു. ഇറാനിയൻ ജനതയുടെ സ്വന്തം നിർണയാവകാശത്തെ മാനിക്കണമെന്ന പ്യോങ്യാങ്ങിന്റെ ആവശ്യം അമേരിക്കയ്ക്കുള്ള കനത്ത താക്കീതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നയത്തെയും ഉത്തര കൊറിയയും ശക്തമായി വിമർശിച്ചു. ഇറാന്റെ ഭരണഘടനയും രാഷ്ട്രീയ സംവിധാനത്തെയും ദുർബലപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുകയാണെന്നും അത് ലോക സമൂഹത്തിന്റെ വലിയ പ്രതിഷേധത്തിന് അർഹമാണെന്നും ഉത്തര കൊറിയൻ വക്താവ് പറഞ്ഞു. ഇറാനെതിരായ സൈനിക നടപടികളെ നിയമവിരുദ്ധമായ ആക്രമണ പ്രവൃത്തിയായാണ് ഉത്തര കൊറിയ വിശേഷിപ്പിച്ചത്. രസകരമായ വസ്തുത, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ട്രംപ് ഭരണകൂടം ഉത്തര കൊറിയയുമായി ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിലും ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഉത്തര കൊറിയ നടത്തിയ നീക്കം അമേരിക്കൻ നയതന്ത്രജ്ഞരെ കുഴപ്പിക്കുന്നു. അമേരിക്ക ഉത്തര കൊറിയയുടെ ആണവ പദവി അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന കിം ജോങ് ഉന്നിന്റെ നിലപാട് ഈ സഖ്യത്തിന് കൂടുതൽ കരുത്തു പകരുന്നു. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഉത്തര കൊറിയ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് കിം ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ചോഹ്യോൺ എന്ന നാവിക കപ്പലിൽ നിന്ന് തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചത്. ഉത്തര കൊറിയൻ നാവികസേനയെ പൂർണ്ണമായും ആണവായുധങ്ങൾ കൊണ്ട് സജ്ജമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണിതെന്ന് ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്ന് നടത്തുന്ന ഫ്രീഡം ഷീൽഡ് സൈനികാഭ്യാസത്തിനുള്ള മറുപടിയായാണ് ഈ പരീക്ഷണം നടന്നത്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതുപോലെ തങ്ങൾക്കെതിരെ ഒരു മുൻകൂർ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുണ്ടെന്ന് ഉത്തര കൊറിയ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ സുരക്ഷ ഉത്തര കൊറിയയുടെ കൂടി ആവശ്യമായി അവർ കാണുന്നു. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ലോകത്തിന് ഭീഷണിയാകുന്നത് പ്രധാനമായും 3 കാരണങ്ങളാലാണ്. ഉത്തര കൊറിയയുടെ മിസൈൽ സാങ്കേതിക വിദ്യയും ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയും പരസ്പരം പങ്കുവയ്ക്കുന്നത് ഇരു രാജ്യങ്ങളെയും കൂടുതൽ പ്രഹരശേഷി ഉള്ളവരാക്കുന്നു. ഇറാൻ ആവശ്യമായ ആണവ സഹായം ഉത്തര കൊറിയയിൽ നിന്ന് ലഭിക്കുമെന്നത് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇറാനിൽ നിന്നുള്ള ഇന്ധനം ഉത്തര കൊറിയയ്ക്ക് ലഭിക്കുന്നത് അവരുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നു. ഉത്തര കൊറിയൻ സ്റ്റഡീസ് സർവകലാശാലയുടെ മുൻ പ്രസിഡന്റായ യാങ് മു ജിൻ അഭിപ്രായപ്പെട്ടത് ഉത്തര കൊറിയ നിലവിൽ അന്താരാഷ്ട്ര സാഹചര്യം തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു മറയായി ഉപയോഗിക്കുന്നുവെന്നാണ്. ഇറാനിലെ സംഘർഷം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെ കൂടി തകർക്കുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. മൊജ്തബ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഇറാൻ ഭരണകൂടം കൂടുതൽ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത. ഇതിന് ഉത്തര കൊറിയ നൽകുന്ന രാഷ്ട്രീയവും സൈനികവുമായ പിന്തുണ ഇറാന് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു. പശ്ചിമേഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും ഈ പുതിയ സംഭവവികാസങ്ങൾ ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെ വരും കാലങ്ങളിൽ കൂടുതൽ സങ്കീർണമാക്കും. അമേരിക്കയുടെ ലോക പോലീസ് ചമയലിന് അന്ത്യം കുറിക്കാൻ ഇറാനും ഉത്തര കൊറിയയും റഷ്യയുടെ പരോക്ഷ പിന്തുണയോടെ നടത്തുന്ന ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ അധികാര കേന്ദ്രം കിഴക്കോട്ട് മാറിയേക്കാം. മൊജ്തബ ഖമേനി എന്ന പുതിയ നേതാവിന്റെ കീഴിൽ ഇറാൻ എങ്ങോട്ട് നീങ്ങും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോക സമാധാനം. ഉത്തര കൊറിയയുടെ മിസൈലുകളും ഇറാന്റെ നിശ്ചയദാർഢ്യവും ഒത്തുചേരുമ്പോൾ അത് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നു. പശ്ചിമേഷ്യയിലെ ഈ രാഷ്ട്രീയ ഭൂകമ്പം ശമിക്കുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. വരും നാളുകളിൽ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര പോരാട്ടങ്ങൾക്കായിരിക്കും.